നമസ്കാരം. ലേൺ അറ്റ് ഹോം പ്ലസിൻ്റെ പുതിയ വീഡിയോ ലേണിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സെക്കൻഡ് ഇയർ ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 5ാമത്തെ വീഡിയോ ലേണിംഗ് സെഷനാണിത്. കഴിഞ്ഞ 4 വീഡിയോകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളുടെ പ്രധാന പോയിന്റുകൾ മാത്രം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പുതിയൊരു ആശയമാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ഇലക്ട്രിക് ഡൈപോൾ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ സപ്പോസ് എൻ്റെ കയ്യിൽ 2 ചാർജുകളുണ്ട്, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും. 2 ചാർജിൻ്റെയും അളവ് ഈക്വൽ ആണ്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. അതായത് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് 2 ചാർജുകൾ തമ്മിൽ, 2 ചാർജ് എന്ന് പറയുമ്പോൾ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ ഒരു ചെറിയ അകലത്തിൽ നിൽക്കുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഇസ് എ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഇനി ഈ ഒരു സിസ്റ്റത്തിന് എന്താണ് ഇത്രയൊരു പ്രത്യേകതയുള്ളത്? ഈ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ടോട്ടൽ ചാർജ് എപ്പോഴും 0 ആയിരിക്കും. അതേസമയം അതൊരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ സിസ്റ്റത്തിന് ചുറ്റും സ്പേസിൽ അത് അതിൻ്റേതായ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയം അതിൻ്റെ ടോട്ടൽ ചാർജ് ഇവിടെ 0 ആണ്. ടോട്ടൽ ചാർജ് 0 ആയിട്ട് പോലും അത് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തായിരിക്കും കാരണം? വളരെ വ്യക്തമാണ് റീസൺ. അതായത് പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. സപ്പോസ് നമ്മുടെ സ്പേസിൽ ഒരു പോയിന്റാണ് പി എന്ന് വിചാരിക്കുക. ആ പി പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിൽ നിന്നുള്ള അകലം വ്യത്യസ്തമാണ്, വ്യത്യസ്ത അകലത്തിലാണ് നിൽക്കുന്നത്. മാത്രമല്ല പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിൽ നിന്നും ആ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ വെരി ലോങ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു എഫക്റ്റ് ഉണ്ടാവണമെന്നില്ല, അവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു ഡൈപോൾ മറ്റൊരു ഡൈപോളിൽ നിന്നും ഏതെല്ലാം രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കും? വളരെ വ്യക്തമാണ്. ചാർജിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു ഡൈപോൾ വേറൊരു ഡൈപോളിൽ നിന്ന് വ്യത്യാസപ്പെടാമല്ലോ. അതുകൂടാതെ തമ്മിലുള്ള സെപ്പറേഷൻ, അതായത് ഡിസ്റ്റൻസിൽ വ്യത്യാസപ്പെട്ടാലും മതി. അപ്പോൾ ഒരു ഡൈപോളിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ചാർജിന്റെ മാഗ്നിറ്റ്യൂഡും ഉണ്ടാവണം, ആ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനും ഉണ്ടാവണം. അപ്പോൾ അത് രണ്ടും കൂടി ഉൾപ്പെടുത്തി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അതായത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന ആ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ഉപയോഗിച്ചുകൊണ്ട് വി ക്യാൻ മെഷർ ദി സ്ട്രെങ്ത് ഓഫ് എൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അത് കൃത്യമായിട്ടൊരു മാത്തമാറ്റിക്കൽ ലെവലിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂ. This is a negative charge, minus q and plus q. That means the equal and opposite charge separated by a distance 2a. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് 2a എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു സിംഗിൾ ലെറ്ററായ a എന്ന ലെറ്റർ മാത്രം വെച്ചിട്ട് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്താലും മതിയായിരുന്നു. പലപ്പോഴും ഇലക്ട്രിക് ഡൈപോൾ കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേഷൻ ആയാലും വേണ്ടില്ല, പൊട്ടൻഷ്യൽ കാൽക്കുലേഷൻ ആയാലും വേണ്ടില്ല, എന്തായാലും ശരി, പലപ്പോഴും നമുക്ക് വേണ്ടി വരുന്നത് അതിൻ്റെ ലെങ്ത്തിൻ്റെ പകുതിയാണ് നമ്മളെ കാൽക്കുലേഷനിൽ മിക്കവാറും വേണ്ടി വരിക. അതായത് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം ദി ഡൈപോൾ എന്ന് പറയുമ്പം ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ഡൈപോൾ ആണ്. സെൻറ്റർ ഓഫ് ദി ഡൈപോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് ദി ലൈൻ ജോയിനിങ് ദി 2 ഡൈപോൾ. അപ്പം ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഈ ഡൈപോൾ ലെങ്ത്തിൻ്റെ പകുതി മാത്രമാണ് നമ്മൾ കാൽക്കുലേഷനിൽ വരിക. അങ്ങനെ ഒരു കാൽക്കുലേഷൻ, അപ്പോൾ എ എന്ന ഒരു സിംഗിൾ ലെറ്ററാണ് കൊടുത്തതെങ്കിൽ a/2 എന്നൊരു ടേം അവിടെ വരും, അതിൻ്റെ സ്ക്വയർ വരാം, അങ്ങനെ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് വരാം. ആ ഒരു ഇൻകൺവീനിയൻസ് ഒഴിവാക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് ആദ്യമേ തന്നെ 2a എന്ന് കൊടുത്തത്. അങ്ങനെയാകുമ്പോൾ 2a/2 a കിട്ടുമല്ലോ, അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ a ആയിരിക്കും. ആ ഒരൊറ്റ സൗകര്യം മാത്രമേ ഉള്ളൂ, വേറൊന്നും അതിൽ കൂടുതലില്ല അതിന്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് -q + q ഈക്വൽ ആണ്, സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 2a. ദെൻ നമ്മൾ ആൾറെഡി ഡിഫൈൻ ചെയ്തത് പ്രകാരം ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിനെ നമ്മൾ p എന്ന ലെറ്റർ വെച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ p = 2aq എന്ന് എഴുതാം. p = 2aq. അപ്പോൾ എങ്ങനെയാണ് ഈ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫൈൻ ചെയ്യുന്നത്? The magnitude of electric dipole moment is defined as it is the product of magnitude of one of the charges and distance of separation between them. പിന്നെ ഇത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതെങ്ങനെയാണ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആവുന്നത്? വളരെ വ്യക്തമാണ്. ഒരു ഇലക്ട്രിക് ഡൈപോൾ സ്പേസിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ തീർച്ചയായിട്ടും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇനി ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഓറിയൻറ്റേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റുകയാണെങ്കിലോ, അതിൻ്റെ പൊസിഷൻ ചെറുതായിട്ട് അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യുക,
ആ സമയത്ത് സെൻറ്ററിൽ നിന്നുള്ള ദൂരത്തിലൊന്നും മാറ്റം വരുന്നില്ല, പക്ഷേ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനിൽ മാറ്റം വരും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്ന ആ ഒരു ഇലക്ട്രിക് ഡൈപോളിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഒരു വെക്റ്ററാണ്. ഇപ്പോൾ വെക്റ്റർ ആണെങ്കിൽ അതിന് ഡയറക്ഷൻ വേണം. അപ്പോൾ നമ്മളിവിടെ ഒരു ഡയറക്ഷൻ നമുക്കത് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ബൈ കൺവെൻഷൻ നമുക്കിവിടെ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്ക് അതിൻ്റെ ഡയറക്ഷൻ കൊടുക്കാം. സോ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ഈസ് ഫ്രം നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരു SI യൂണിറ്റ് ഉണ്ട്. എന്തായിരിക്കും SI യൂണിറ്റ്? വെരി സിമ്പിൾ. ഇറ്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ദി സെപ്പറേഷൻ. അപ്പോൾ ചാർജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് കൂളംബാണ്, സെപ്പറേഷൻ ലെങ്ത് മീറ്റർ ആണ്. സോ കൂളം മീറ്റർ, ദ കൂളം മീറ്റർ ഇസ് ദി SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇനി ഇത്തരം ഇലക്ട്രിക് ഡൈപോൾ ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്? പലപ്പോഴും നമ്മൾ മോളിക്കുലർ ലെവലിൽ ഇത്തരം ഡൈപോളിനെ പറ്റിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ കെമിസ്ട്രി ക്ലാസ്സുകളിലൊക്കെ കേട്ട് കാണും. അതായത് ഡൈപോൾ ഇൻട്രാക്ഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചതാണ്. ഉദാഹരണത്തിന് ഒരു HCl മോളിക്യൂളിനെ എടുക്കാം. ആ ക്ലോറിൻ്റെ ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാരണം ഹൈഡ്രജൻ്റെ ഭാഗത്തുള്ള ഇലക്ട്രോൺ ക്ലൗഡ്സിനെ പോലും ക്ലോറിൻ്റെ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കാരണം there is a change in the center of mass of positive charge and center of mass of negative charge. There is a small separation between center of mass of positive charge and center of mass of negative charge. So there is an electric dipole moment. So it will behaves like a dipole. So it has a electric dipole moment. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ മോളിക്കുലർ ലെവലിലുള്ള ഈ സെപ്പറേഷൻ വളരെ ചെറുതായിരിക്കില്ലേ? വളരെ ചെറിയ സെപ്പറേഷനാണ്. അങ്ങനെ ചെറിയ ഈ സെപ്പറേഷൻ വളരെ ചെറുതാണെങ്കിൽ അത്തരം ഡൈപോളിനെ നമുക്ക് ഐഡിയൽ ഡൈപോൾ എന്ന് വിളിക്കാം. ഇപ്പം എന്താണ് ഐഡിയൽ ഡൈപോൾ? വെരി സിമ്പിൾ. ഇപ്പോൾ പറഞ്ഞ കാര്യം, ഇറ്റ്സ് എ ഡൈപോൾ ഇൻ വിച്ച് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ് ഈസ് വെരി സ്മോൾ. അതായത് സെപ്പറേഷൻ ഈസ് വെരി സ്മോൾ, ലെങ്ത് ഈസ് വെരി സ്മോൾ. അങ്ങനെയാണെങ്കിൽ നമുക്കതിന് സിമ്പിളായിട്ട് ഐഡിയൽ ഡൈപോൾ എന്ന് വിളിക്കാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഡൈപോൾ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനൊരു പേരുണ്ട്, ദ ഡൈപോൾ ഫീൽഡ് എന്ന്. സൗകര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ അതിന് ഡൈപോൾ ഫീൽഡ് എന്ന് വിളിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഡൈപോൾ ഈസ് കോൾഡ് ഡൈപോൾ ഫീൽഡ്. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം ഇത് തന്നെയാണ്, ഈ ഡൈപോൾ ഫീൽഡിന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കുക. ഒരു ഇലക്ട്രിക് ഡൈപോൾ അതിൻ്റെ 3 ഡയമെൻഷൻ സ്പേസിൽ എവിടെയെങ്കിലും ഉണ്ടാക്കുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് നമ്മുടെ സിലബസിൽ അത്ര ഒരു ജനറൽ എക്സ്പ്രഷൻ ആവശ്യമില്ല. പകരം 2 സ്പെഷ്യൽ സിറ്റുവേഷനിൽ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതായത് ഒരു ഡൈപോൾ എടുക്കുകയാണെങ്കിൽ ആ ഡൈപോളിൻ്റെ രണ്ട് ചാർജുകളും തമ്മിൽ യോജിപ്പിക്കുന്ന ലൈൻ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ലഭിക്കുന്ന ആ ഒരു ആക്സിസ്, അതിനെയാണ് നമ്മൾ ആക്സിയൽ ലൈൻ എന്ന് വിളിക്കുന്നത്. സോ ഫസ്റ്റ് കേസ് ഇതാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് അലോങ് ദിസ് ആക്സിയൽ ലൈൻ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക് ഡൈപോൾ ഇസ് ദർ. ആ ഇലക്ട്രിക് ഡൈപോളിൻ്റെ സെൻറ്ററിലൂടെ വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ. സോ ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ അറ്റ് എനി പോയിന്റ് ഓൺ ദിസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ 2 സിറ്റുവേഷൻ മാത്രമേ നമ്മളെ സിലബസിലുള്ളൂ. അത് മാത്രമേ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യത്തെ കേസിലേക്ക് കടക്കുകയാണ്. ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് അലോങ് ദി ആക്സിയൽ ലൈൻ ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ. അതിൻ്റെ ഡെറിവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നമ്മളിവിടെ 2 ചാർജ് -Q +Q അറിയാം, തുല്യമായ മാഗ്നിറ്റ്യൂഡാണ്. ഒന്ന് -Q ആണ്, നെഗറ്റീവ് ചാർജ് ആണ്. ദ അതർ വൺ ഈസ് പോസിറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് -Q is placed at the point A and +Q is placed at the point B. They are separated by a distance to A and the O is the center. A മുതൽ O വരെയുള്ള ദൂരം സ്മോൾ a ആണ്. O മുതൽ B വരെയുള്ള ദൂരം അഗെയിൻ സ്മോൾ a ആണ്. ഇനി ഈ കാണുന്നത് അതിൻ്റെ ആക്സിയൽ ലൈൻ ആണ്. ആൻഡ് നൗ ലെറ്റ് C is a point on this axial line. ആ C എന്ന പോയിന്റ് അതിൻ്റെ സെൻട്രൽ നിന്നും, ഡൈപോളിൻ്റെ സെൻട്രൽ നിന്നും R എന്ന ഡിസ്റ്റൻസ് അകലെയാണ് ഉള്ളത്. ഓക്കെ. ഇനി C എന്ന ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ 2 ചാർജ് ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു C എന്ന പോയിന്റിൽ ഈ നെഗറ്റീവ് ചാർജ് -Q പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. നോക്കൂ, യെസ്, ഇറ്റ് ഈസ് ടുവേർഡ്സ് ദിസ് -Q. ഒരു നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എപ്പോഴും ആ നെഗറ്റീവ് ചാർജിലേക്കായിരിക്കും നമുക്കറിയാം. ദാറ്റ് ഈസ് ടുവേർഡ്സ് ദിസ് നെഗറ്റീവ് ചാർജ്, ദാറ്റ് ഈസ് ഈ -Q. ഇനി പോസിറ്റീവ് ചാർജായ +Qയും അതേ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ഇറ്റ്, ദാറ്റ് ഇസ് ഈ +Q.
പക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അത് കുറച്ചും കൂടി വലിയൊരു വെക്ടറായിട്ടാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ആ സിയും പ്ലസ് ക്യൂവും തമ്മിലുള്ള അകലം വളരെ കുറവാണ്. സ്വാഭാവികമായിട്ടും ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും. ബട്ട് ഡയറക്ഷൻ ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ. ഇറ്റ് ഈസ് അവേ ഫ്രം ദിസ് പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണാം? വെരി സിമ്പിൾ. 2 വെക്ടേഴ്സ് ആണല്ലോ. ഈ 2 വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. എനിവേ 2 വെക്ടേഴ്സ് ആണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വെക്ടർ അഡീഷൻ എടുത്താൽ മാത്രം മതി. സോ ദി ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി പോയിന്റ് സി ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ക്യൂ പ്ലസ് ഇ മൈനസ് ക്യൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആദ്യം എന്താണ് ഇ പ്ലസ് ക്യൂ? ഇ പ്ലസ് ക്യൂ ഞാൻ നേരത്തെ പറഞ്ഞു, പോസിറ്റീവ് ചാർജ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്. നൗ ലെറ്റ് us write an expression for this. വെക്ടർ ഇ പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു വാട്ട്? സിമ്പിൾ. ഒരു പോയിന്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണല്ലോ. ജനറൽ എക്സ്പ്രഷൻ നമുക്കറിയാം. അതുകൊണ്ട് വെക്ടർ ഇ പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇവിടെ എത്രയായിരിക്കും ഡിസ്റ്റൻസ്? പ്ലസ് ക്യൂ ആണ്. പ്ലസ് ക്യൂവും ആ സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ബി സി ആണ്. അപ്പോൾ ഇറ്റ് ഈസ് 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ബി സി സ്ക്വയർ ആണ്. പക്ഷേ ഈ ബി സി എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് എത്രയാണിത്? ആർ എന്ന് പറയുന്നത് ആക്ച്വലി സെൻട്രൽ നിന്നും സിയിലോട്ടുള്ള ദൂരമാണ്. അപ്പോൾ സെൻട്രൽ നിന്നും ബി വരെയുള്ള ദൂരം നമുക്കറിയാവോ? അറിയാം, അത് എ ആണ്. ഓ, അങ്ങനെയാണെങ്കിൽ ബിയിൽ നിന്ന് സിയിലോട്ടുള്ള ദൂരം അത് മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ആർ മൈനസ് എ ആണ്. അതുകൊണ്ട് നമുക്ക് വെക്ടർ ഇ പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ ദെൻ പി ക്യാപ്. ഇതിനവിടെ ഒരു പി ക്യാപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് വെക്ടറാണ്. വെക്ടർ സൈൻ കൊടുക്കണം. അപ്പോൾ വെക്ടർ ആണെങ്കിൽ യു ഹാവ് ടു പുട്ട് ദി ഡയറക്ഷൻ ഫോർ ദാറ്റ്. ഇവിടെ ഡൈപോൾ മൊമെന്റിന്റെ അതേ ഡയറക്ഷനിലല്ലേ ഈ പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് അവേ ഫ്രം ഇറ്റ്, ദാറ്റ് ഈസ് ടുവേർഡ്സ് റൈറ്റ്. ദ ഡൈപോൾ മൊമെന്റ് ഈസ് ആൾസോ ടുവേർഡ്സ് റൈറ്റ്. അതുകൊണ്ട് ഈ പ്ലസ് ക്യൂവിൻ്റെ ഡയറക്ഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് അവിടെ ഒരു പി ക്യാപ്പ് കൊടുത്താൽ മതി. പി ക്യാപ്പ് കൊടുത്താൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ഡയറക്ഷൻ ഈസ് ഇൻ ദി സെയിം ആസ് ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ പി, ദാറ്റ് ഈസ് ഡൈപോൾ മൊമെന്റ്. But the magnitude is again p cap in the magnitude 1 alle. So it doesn't change the magnitude of this expression, but it will get a direction for that. Okay, so e plus q ready ആയി. ഇനി അതേപോലെ തന്നെ നമുക്ക് e minus q എഴുതണം. എങ്ങനെ e minus q എഴുതാം? സിമ്പിൾ. e minus q ചെയ്യണമെങ്കിൽ നോക്കൂ, നേരത്തെ അറിയാം, നേരത്തെ രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ പോയിന്റ് ചാർജ് ആണ്. അത് 1/4πε0 q ഡിവൈഡഡ് ബൈ എ സി സ്ക്വയർ ആണ് വരിക, എ സി സ്ക്വയർ. ബട്ട് വാട്ട് ഈസ് ദിസ് എ സി? സെൻട്രൽ നിന്നും സി വരെയുള്ള ദൂരം മാത്രമാണ് ആർ എന്ന് പറയുന്നത്. അതായത് ഒ മുതൽ സി വരെയുള്ള ദൂരമാണ് 6, ഒ സി ആണ് 6. അപ്പോൾ നമുക്ക് എ സി കിട്ടണമെങ്കിൽ ആ എ മുതൽ ഒ വരെയുള്ള ദൂരം അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എ സി is equal to ആർ പ്ലസ് എ ആണ്. അതുകൊണ്ട് വെക്ടർ ഇ മൈനസ് ക്യൂ is equal to 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു മൈനസ് പി ക്യാപ്പ്. എന്താണ് ഈ മൈനസ് പി ക്യാപ്പ്? മൈനസ് പി ക്യാപ്പ് വരാനുള്ള കാരണം അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ? പി ക്യാപ്പിൻ്റെ, അതായത് വെക്ടർ പിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. സോ വെക്ടർ ഇ മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ പി ക്യാപ്പ്. നൗ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു വെക്ടർ ഇ പ്ലസ് ക്യൂ പ്ലസ് വെക്ടർ ഇ മൈനസ് ക്യൂ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇ പ്ലസ് ക്യൂയുടെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ക്യാപ് മൈനസ് 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ക്യാപ്. ഇനി കോമൺ ടേംസിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഇനി ചെയ്യേണ്ടതുള്ളൂ. അതെങ്ങനെയാണ് സിംപ്ലിഫിക്കേഷൻ ചെയ്യേണ്ടത് നോക്കാം. അതായത് ചെയ്യേണ്ട കാര്യം q/4πε0 is a common term may taken outside of this bracket. Okay, so q/4πε0 within bracket 1/r minus a whole square minus 1/r plus a whole square into p cap. Denominator r minus a whole square ആണ്, another one is r plus a whole square ആണ്. അതിന്റെ LCM എന്ന് പറയുന്നത് r minus a whole square into r plus a whole square ആണ് വരിക. അപ്പോൾ നമുക്ക് ഈ LCM കൊണ്ട് ഈ 1/r minus a whole square LCM കൊണ്ട് ആദ്യം ഗുണിക്കുന്നു, മൈനസ് 1/r plus a whole square ഇതേ LCM കൊണ്ട് ഗുണിക്കുന്നു, ഡിവൈഡഡ് ബൈ ഈ LCM എന്ന് എഴുതുന്നു. This will become q/4πε0 r plus a whole square minus r minus a whole square divided by r plus a whole square into r minus a whole square. ഇനി എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്താൽ മാത്രം മതി.
താഴത്തെ അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതാം q by 4 pi epsilon 0. r plus a whole square എന്ന് പറയുമ്പോൾ അറിയാം ഇറ്റ് ഇസ് r square plus 2ra plus a square minus of r square minus 2ra plus a square. ഓക്കെ, ഡിവൈഡഡ് ബൈ നോക്കൂ r plus a whole square into r minus a whole square ആയിരുന്നല്ലോ നേരത്തെ ഉള്ളത്. അപ്പോൾ നമുക്ക് r plus a into r minus a എന്ന് ഒരുമിച്ച് എഴുതിയിട്ട് ഒരു വലിയ ബ്രാക്കറ്റിനകത്ത് സ്ക്വയർ കൊടുക്കാം. ഓക്കെ, ഇതേപോലെ നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി നോക്കൂ, ആ ഒരു നേരത്തെ ന്യൂമറേറ്ററിൽ കാണുന്നില്ല ഒരു ബ്രാക്കറ്റ് ഉണ്ട്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് ബ്രാക്കറ്റിനുള്ളിൽ ഓരോ ടേംസിലേക്കും വീതിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എഴുതാം ഇറ്റ് ഇസ് ഈക്വൽ ടു q by 4 pi epsilon 0 r square plus 2ra plus a square നേരത്തെ എഴുതിയ പോലെ തന്നെ. ഇനി മൈനസ് ഓഫ് ആർ സ്ക്വയർ ഇസ് ദർ, മൈനസ് ആർ സ്ക്വയർ, ദെൻ മൈനസ് നേരത്തെ മൈനസ് 2ra, ഇപ്പോൾ മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ പ്ലസ് ആയി പ്ലസ് 2ra, ദെൻ നേരത്തെ a സ്ക്വയർ മൈനസ് a സ്ക്വയർ ആയി. ഇനി ഡിവൈഡഡ് ബൈ നോക്കൂ, ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള സാധനമായിരുന്നു ആർ പ്ലസ് എയും ആർ മൈനസ് എയും. ആർ പ്ലസ് എ ഇൻറ്റു ആർ മൈനസ് എ, അത് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എഴുതാം. അത് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് എഴുതിയാലും പുറത്ത് വേറൊരു സ്ക്വയർ ഉണ്ട്. സോ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയിരിക്കുകയാണ്. ഇനി ഈ ന്യൂമറേറ്ററിൽ തന്നെ ശ്രദ്ധിക്കൂ, ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്, അപ്പുറത്തൊരു മൈനസ് ആർ സ്ക്വയർ ഉണ്ട്, ക്യാൻസൽഡ്. എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ക്യാൻസൽഡ്. അപ്പോൾ 2ra ആൻഡ് പ്ലസ് 2ra ഇസ് ദർ. അപ്പോൾ 2ra പ്ലസ് 2ra എന്ന് പറയുമ്പോൾ 4ra എന്ന് വരുന്നു. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ വിൽ ബിക്കം q by 4 pi epsilon 0 ബ്രാക്കറ്റിൽ 4ra ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു പി ക്യാപ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ തന്നെ നോക്കൂ, ഈ 4ra എന്നുള്ളത് അതുപോലെ തന്നെ q ഉണ്ട്, അത് നമുക്കൊന്ന് ചുരുക്കിയിട്ട് ഇങ്ങനെ എഴുതാം 1 by 4 pi epsilon 0 ബ്രാക്കറ്റിനുള്ളിൽ 2 into 2aq into r. ഇത് എഴുതുന്നതിൻ്റെ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ആ 2aq എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കെങ്ങനെ ഇത് മാറ്റി എഴുതാം? ഇറ്റ് ഇസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 2 into അതായത് 2aq പകരം p r ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ പി ക്യാപ്. പിന്നെ ഇവിടെ ഒരു പി ഉണ്ട്, ഒരു പി ക്യാപ്പ് ഉണ്ട്. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല ശരിക്കും. ആ പി ക്യാപ്പും പിയും കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ വെക്ടർ പി തന്നെയാണല്ലോ. സോ ദിസ് വിൽ ബിക്കം 1 by 4 pi epsilon 0 2 വെക്ടർ പി ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, the electric field at any point along the axial line of an electric dipole vector is equal to 1 by 4 pi epsilon 0 2 vector PR divided by r square minus a square whole square. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ പറയുന്നു, നേരത്തെ നമ്മൾ എടുത്തിരുന്നല്ലോ ഒരു ഐഡിയൽ ഡൈപോൾ എന്നൊരാശയം. അതായത് if the separation is very small compared to the distance, ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം 2a വളരെ ചെറുതായിരിക്കണം. 2a is much less than r. That is a is much less than r. അപ്പോൾ a ആറിനേക്കാളും ഒരുപാട് ചെറുതാണെങ്കിൽ a square is again very small. So compared to this very large r square, it can be neglected. So the equations will become r square minus a square is approximately equal to r square. So our equations can be approximated to is equal to 1 by 4 pi epsilon 0 2p by r cube. Vector is equal to 1 by 4 pi epsilon 0 2 vector p divided by r cube എന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതാം. പക്ഷേ ശ്രദ്ധിക്കണം, ഇറ്റ് ഇസ് ഓൺലി ആൻ അപ്രോക്സിമേറ്റഡ് ഇക്വേഷൻ ആൻഡ് ദിസ് ഇസ് വാലിഡ് ഓൺലി ഇഫ് ദ ഡൈപോൾ ഈസ് ഐഡിയൽ ഡൈപോൾ. ദാറ്റ് മീൻസ് ഇഫ് ദ സെപ്പറേഷൻ ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ്, ദെൻ ഓൺലി യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ. അതർവൈസ് നമ്മുടെ പഴയ ഇക്വേഷൻ തന്നെയാണ് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ളത്. The direction of electric field intensity at any point along the axial line of an electric dipole is in the same direction of that of electric dipole moment. ഇനി നമ്മൾ സെക്കൻഡ് കേസിലേക്ക് കടക്കാം. അതായത് the electric field intensity at any point along the perpendicular bisector of an electric dipole. അത് നമ്മളൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നു. ഇവിടെ ഒരു മൈനസ് ക്യൂ ഇസ് ദർ, പ്ലസ് ക്യൂ. That's an electric dipole, minus q and plus q. Minus q is placed at A and plus q is at B and they are separated by a distance. നോക്കൂ, O is the center. അതുപോലെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് P ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ 2a ആണ്. അതായത് A മുതൽ O വരെ A ആണ്, O മുതൽ B വരെയും A തന്നെയാണുള്ളത്. ഇനി നമുക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇമാജിൻ ചെയ്യാം. ഈ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ മുകളിലുള്ള ഒരു പോയിൻ്റാണ് C എന്ന് പറയുന്നത്. ഈ സി എന്ന പോയിന്റിന്
എയിലേക്കും ബിയിലേക്കും ഒരേ ദൂരമായിരിക്കും ഉണ്ടാവുക. അതുകൂടാതെ ഇവിടുത്തെ രണ്ട് ആംഗിളും സെയിം ആയിരിക്കും. അതായത് ആംഗിൾ സി എ ബി അതുപോലെ ആംഗിൾ സി ബി എ രണ്ടും സെയിം ആയിരിക്കും. ഇനി നമ്മുടെ ലക്ഷ്യം ആ സി എന്ന പോയിന്റിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് ടു ചാർജസ്, ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് ഡൈപോൾ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നെഗറ്റീവ് ചാർജ് സി എന്ന പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് എഴുതി നോക്കാം. യെസ്, ഇറ്റ് ഈസ് ടുവേർഡ്സ് ഇറ്റ്. കണ്ടില്ലേ ഈ ഡയറക്ഷൻ? ഈ മൈനസ് ക്യൂ എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് ചാർജിൻ്റെ അതിൻ്റെ അടുത്തേക്ക് ആ ഒരു ഡയറക്ഷനിലാണ് വരുന്നത്. ഏതൊരു നെഗറ്റീവ് ചാർജും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ടുവേർഡ്സ് ഇറ്റ് ആയിരിക്കും. എന്നാൽ ഈ പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് നോക്കൂ. പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ പ്ലസ് ക്യൂ ആണ്. ഇറ്റ് ഈസ് അവേ ഫ്രം ദിസ് പോസിറ്റീവ് ചാർജ്. അതിൻ്റെ ഡയറക്ഷൻ അവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. പഴയതുപോലെ അത് രണ്ടും ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ല വരുന്നത്. സോ ദർ ഈസ് എൻ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ്. ഉണ്ടല്ലേ? ഇത് 2θ എന്ന ആംഗിളിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ പ്ലസ് ക്യൂ ആൻഡ് ഈ മൈനസ് ക്യൂസ് അത്. അപ്പം ഇതിൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണാൻ പറ്റും? ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് രണ്ട് വെക്ടറാണല്ലോ, തമ്മിലുള്ള വെക്ടർ അഡീഷൻ എടുത്താൽ മതി. ഈ വെക്ടർ അഡീഷൻ മെത്തേഡിൽ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇനി അടുത്ത ലക്ഷ്യം ഈ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാണുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ പ്ലസ് ക്യൂയുടെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ എഴുതാൻ പോവാണ്. യു നോ പ്ലസ് ക്യൂ ഇസ് എ പോയിന്റ് ചാർജ്. സോ മോഡുലസ് ഓഫ് വെക്ടർ ഇ പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ bc². ബി സി ഇസ് ദ ഡിസ്റ്റൻസ് ഹിയർ. അപ്പം എന്താണ് ഈ ബി സി സ്ക്വയർ? ഈ ബി സി നോക്കൂ, ഈ ഡയഗ്രത്തിന് വളരെ വ്യക്തമാണ്. ഈ ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സോ മോഡുലസ് ഓഫ് വെക്ടർ ഇ പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം. ഇനി അടുത്തത് ഈ മൈനസ് ക്യൂയുടെ മോഡുലസ് കാണണം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ മൈനസ് ക്യൂ, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഇ മൈനസ് ക്യൂ. Here it is 1/4πε0 q divided by ac square ആണ്. ac square. ഈ ac സ്ക്വയറും ബി സി സ്ക്വയറും ഒരേ വാല്യൂ ആണല്ലോ ഉള്ളത്. ദാറ്റ് ഈസ് ഹിയർ ac square is equal to r square plus a square. So the equations will become modulus of e minus q is equal to 1/4πε0 q divided by r square plus a square. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം വ്യക്തമാണ്. ഈ പ്ലസ് ക്യൂടെയും ഈ മൈനസ് ക്യൂടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സ്വാഭാവികമായിട്ടും അതങ്ങനെ തന്നെയല്ലേ വരാൻ സാധ്യതയുള്ളൂ. കാരണം ആ രണ്ടിൻ്റെയും ഡിസ്റ്റൻസ് സെയിം അല്ലേ? സിന്നും എയിലോട്ടുള്ള ദൂരവും സിന്ന് ബിയിലോട്ടുള്ള ദൂരവും സെയിം ആണ്. സോ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വിൽ ബി ദി സെയിം. ആ ഒരു കേസ് ആയതുകൊണ്ട് ഇതിൻ്റെ വെക്ടർ അഡീഷന് നമുക്ക് കുറച്ചും കൂടി ഒരു സിമ്പിൾ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സിൻ്റെ അഡീഷൻ കണ്ടുപിടിക്കാനുള്ള ഈ ഒരു മെത്തേഡ് നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. അതായത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ പ്രകാരം വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് ഇ മൈനസ് ക്യൂ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇ പ്ലസ് ക്യൂ ഇൻറ്റു ഇ മൈനസ് ക്യൂ ഇൻറ്റു കോസ് 2θ. ആക്ച്വലി 2θ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും, ശരിയാണ്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം പെടുന്നുണ്ട്. കാരണം ഈ പ്ലസ് ക്യൂടെയും ഈ മൈനസ് ക്യൂടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് ഇവിടെ ഒരു സിമെട്രിക് നാച്ചർ ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. നോക്കൂ, നമ്മൾ സീനെ ഒന്ന് മാറ്റി എഴുതുകയാണ്. സി എന്ന പോയിന്റിൽ അവിടെ സംഭവിച്ച ഇലക്ട്രിക് ഫീൽഡ് ഓക്കെ ഇ പ്ലസ് ക്യൂ ഇ മൈനസ് ക്യൂ ഇതന്നെ അങ്ങോട്ട് മാറ്റി റെപ്രസെൻറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ പ്ലസ് ക്യൂ എന്ന ഈ വെക്ടറിനെ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നു. സോ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്സ്. ദാറ്റ് ഈസ് ഇ പ്ലസ് ക്യൂ കോസ് തീറ്റ ആൻഡ് ഇ പ്ലസ് ക്യൂ സൈൻ തീറ്റ. അതേപോലെ തന്നെ ഈ മൈനസ് ക്യൂ എന്നുള്ള വെക്ടറിനെയും ആ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് സോ വൺ ഈസ് ഇ മൈനസ് ക്യൂ കോസ് തീറ്റ, ദി അതർ വൺ ഈസ് ഇ മൈനസ് ക്യൂ സൈൻ തീറ്റ. ഈ പ്ലസ് ക്യൂടെയും ഈ മൈനസ് ക്യൂടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയ സ്ഥിതിക്ക് ഈ പ്ലസ് ക്യൂ സൈൻ തീറ്റയും ഈ മൈനസ് ക്യൂ സൈൻ തീറ്റയും പരസ്പരം ക്യാൻസൽ ചെയ്ത് പോയില്ലേ? കാരണം രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നെറ്റ് എഫക്റ്റ് 0. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ റിമൈനിങ് ടേം ആയിട്ടുള്ളത് ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ ആൻഡ് ഈ മൈനസ് ക്യൂ കോസ് തീറ്റ മാത്രമാണ്. അത് ഒരേ ഡയറക്ഷനിലാണ് വരുന്നത്. സോ ദി റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ പ്ലസ് ഈ മൈനസ് ക്യൂ കോസ് തീറ്റ എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ പ്ലസ് ക്യൂനെയും ഈ മൈനസ് ക്യൂനെയും കൂടി ഒരുമിച്ച് എഴുതിയിട്ട് കോസ് തീറ്റനെ പുറത്തെടുക്കാം. ദാറ്റ് ഈസ് ഇ പ്ലസ് ക്യൂ പ്ലസ് ഈ മൈനസ് ക്യൂ ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാൻ സാധിക്കും. ഇനി അഗെയിൻ നേരത്തെ സൂചിപ്പിച്ചു മോഡുലസ് ഓഫ് വെക്ടർ ഇ പ്ലസ് ക്യൂ ആൻഡ് മോഡുലസ് ഓഫ് വെക്ടർ ഇ മൈനസ് ക്യൂ ബോത്ത് ആർ സെയിം. അതുകൊണ്ട് നമുക്കിവിടെ ഇ പ്ലസ് ക്യൂ പ്ലസ് ഇ മൈനസ് ക്യൂ എന്നുള്ളടുത്ത് 2 ഇൻറ്റു ഇ പ്ലസ് ക്യൂ എന്ന് കൊടുക്കാം. സോ അവർ ഇക്വേഷൻസ് വിൽ ബിക്കം ദ മോഡുലസ് ഓഫ് ദ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു
2e plus q cos theta. ഇനി ഓരോന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇ പ്ലസ് ക്യൂവിൻ്റെ വാല്യൂ കൊടുക്കുക, അതുപോലെ തന്നെ കോസ് തീറ്റയുടെ വാല്യൂയും കൊടുക്കുക. ഇ പ്ലസ് ക്യൂ എന്താണ്? ഇറ്റ് ഈസ് 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻസ് വിൽ ബിക്കം ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. ഇനി കോസ് തീറ്റ എങ്ങനെയാണ്? ഈ ഡയഗ്രം നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവില്ലേ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ജനറലി ഇറ്റ് ഈസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ അഡ്ജസൻറ്റ് സൈഡായിട്ട് ഏതാണുള്ളത്? എ ആണുള്ളത്. ഹൈപ്പോട്ടന്യൂസ് ആയിട്ടോ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. യെസ്, ഇറ്റ് ഈസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് വരിക. റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 എന്ന് എഴുതാം. സോ ദി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2. അപ്പോൾ നമ്മൾ കോസ് തീറ്റയുടെ വാല്യൂ നമ്മൾ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെയായി മാറും? ദി ഇക്വേഷൻസ് വിൽ ബിക്കം 2 ഇൻറ്റു 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ റൈസ് ടു 1/2. നോക്കൂ, ഇനി ന്യൂമറേറ്ററിൽ എന്താ ഉള്ളത് നോക്കൂ. ഒരു 2 ഉണ്ട്, ഒരു എ ഉണ്ട്, ക്യൂ ഉണ്ട്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2aq. 2aq എന്ന് എഴുതിയാൽ നമുക്കറിയാം അത് പി എന്ന് മാറ്റി എഴുതാൻ പിന്നീട് നമുക്ക് സാധിക്കും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇനി ഡിനോമിനേറ്ററിൽ നോക്കൂ. ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഉണ്ട്, ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ട് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 1 + 1/2 എന്ന് വെച്ചാൽ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 എന്ന് എഴുതാൻ പറ്റും. So the equations can be rewritten as is equal to 1/4πε0 2aq divided by r square plus a square all raised to 3/2. ഇനി നോക്കൂ, എന്താണ് ഈ 2aq? ദാറ്റ് ഇസ് മോഡുലസ് ഓഫ് വെക്റ്റർ പി ആണ്. മോഡുലസ് ഓഫ് വെക്റ്റർ പി ആണ്, അതായത് ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ ദി ഇക്വേഷൻ ക്യാൻ അഗൈൻ ബി റിട്ടൺ ആസ് ഈസ് ഈക്വൽ ടു 1/4πε0 മോഡുലസ് ഓഫ് വെക്റ്റർ പി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ്ഡ് ടു 3/2. ഇനി ഇതിനെ നമ്മൾ വെക്റ്റർ ഫോമിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക? വെക്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്ക് ഒരു വെക്റ്റർ സൈൻ കൊടുത്താൽ മതി. റൈറ്റ് ഹാൻഡ് സൈഡിൽ ആ മോഡുലസ് ഓഫ് വെക്റ്റർ പി എന്ന് മാറ്റിയിട്ട് വെക്റ്റർ പി എന്ന് കൊടുത്താൽ പോരെ? പോരാ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഇത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്, ദാറ്റ് ഇസ് ദി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് ഡൈപോൾ അറ്റ് ദി പോയിന്റ് സി, ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദി ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. കണ്ടില്ലേ ഈ ഡയഗ്രത്തിൽ നോക്കൂ, ഈ സി എന്ന പോയിന്റിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്, ദാറ്റ് ഇസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോളിൻ്റെ ഡയറക്ഷൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണുള്ളത്. അതേസമയം ഡൈപോൾ മൊമെൻറ്റോ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു സൗകര്യം നമുക്കുണ്ട്. ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0 മൈനസ് വെക്റ്റർ പി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റൈസ്ഡ് ടു 3/2 എന്ന് എഴുതിയാൽ മതി. And this is the vector form representation of the electric field intensity at any point along the perpendicular bisector of the electric dipole. അപ്പോൾ നമ്മൾ ഡെറിവേഷൻ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അതായത് the electric field at any point along the perpendicular bisector of an electric dipole is given by vector is equal to 1/4πε0 minus vector p divided by r square plus a square all raised to 3/2. Now suppose the dipole is an ideal dipole. So what is happening here? An ideal dipole, the length of the dipole is very small, that is 2a is much less than r, that is a is much less than r. So a square എന്ന് പറയുന്നത് negligibly small ആയിരിക്കും compared to this r square. So നമ്മൾ r square plus a square raised to 3/2 എന്നുള്ളത് a square നിയർലി 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് it is r square raised to 3/2 എന്ന് വരും. r square raised to 3/2 എന്ന് പറയുന്നത് r cube ആണ്. So the equations can be approximated as is equal to 1/4πε0 p by r cube. Vector formula എഴുതുകയാണെങ്കിൽ vector is equal to minus 1/4πε0 vector p by r cube. The direction of electric field intensity at any point along the perpendicular bisector of an electric dipole is parallel but opposite to the direction of electric dipole moment. That means the electric field intensity and electric dipole moment are anti-parallel. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് എഴുതുകയാണ്. അതായത് നമ്മൾ പറഞ്ഞു if the dipole is an ideal dipole, the electric field intensity at any point along the axial line of the dipole is vector is equal to 1/4πε0 2p by r cube. At the same time, the magnitude of electric field intensity at any point along the perpendicular bisector can be written as is equal to 1/4πε0 p by r cube. So ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ എന്തായിരിക്കും? സോ ആദ്യത്തേത് ആക്സിയൽ ലൈനിൽ വരുമ്പം ന്യൂമറേറ്ററിൽ 2p എന്നാണ്,
പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ വരുമ്പം പി എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലേ ഒരു വ്യത്യാസമുള്ളത്. അതായത് ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അതേ ഡിസ്റ്റൻസിലുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 ടൈംസ് ആയിരിക്കും. അതായത് if the observation point is far away from the dipole or if the dipole is very short, the electric field intensity at a point along the axial line of a dipole is double the electric field intensity at a point with the same distance along the perpendicular bisector of the dipole. That means you can write E axial line is equal to 2 times E perpendicular bisector, or E axial line is equal to 2 times E equatorial line. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദി ആക്സിയൽ ലൈൻ ഓഫ് എ ഡൈപോൾ, അറ്റ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ഡൈപോൾ. ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി ഈ ചാപ്റ്ററിലെ മറ്റു കാര്യങ്ങൾ നമ്മൾ ഇനിയുള്ള വീഡിയോ സെഷനുകളിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.